എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് വിഷുവിന് ഒരു സ്പെഷ്യൽ പായസമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെള്ളക്കടല കൊണ്ട് ഒരു അടിപൊളി പായസം. യൂട്യൂബിൽ ഇത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വെള്ളക്കടല പ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളക്കടല ഒരു 8 മണിക്കൂർ കുതിർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കറുത്ത കടലയുടെ വേവില്ല വെള്ളക്കടലക്ക് എന്നാലും എൻ്റെ കുക്കറിൽ ഒരു 8 വിസിൽ വേണ്ടി വന്നു ഇത് വേവാനായിട്ട്. കടലയുടെ തോലൊന്നും കളയേണ്ട ആവശ്യമില്ല. വേവിച്ച വെള്ളം കുറച്ച് ഇതിനകത്ത് കിടപ്പുണ്ട്, അതും കളയണ്ട. പിന്നെ അല്പം ഉപ്പിട്ടാണ് വേവിച്ചത്, ഒരുപാട് ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അല്പം ഉപ്പിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വല്ലാണ്ട് പേസ്റ്റ് ആവണ്ട. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് കടലയൊക്കെ ചതഞ്ഞ പോലെ ഉണ്ടാകും, വല്ലാണ്ട് അരഞ്ഞൊന്നും പോവാതെ. അത് കുഴപ്പമില്ല, അങ്ങനെ തന്നെ നമുക്ക് വേണം. ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. എന്നിട്ട് പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വേണമെന്നൊരു നിർബന്ധമില്ല, കുറച്ച് കട്ടിയുള്ള സ്റ്റീൽ പാത്രം ആയാലും മതി. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ കുറച്ച് തേങ്ങാപ്പാൽ വേണം. അപ്പം ഞാനിവിടെ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ചിരണ്ടിയത്. അതൊന്ന് അടിച്ചെടുക്കണം. ഏകദേശം ഒരു തേങ്ങ വരെ, ഒരു ചെറിയ തേങ്ങ. ഇതിനകത്തേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് 1-ാം പാൽ പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള 1-ാം പാലായിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി 2-ാം പാലിന് 2 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ മാറിയിരിക്കുന്നത് കേട്ടോ. ഇതും കൂടെ പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി 1 കപ്പും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ശർക്കര ഉരുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാണിത്. ഇത് 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 കിലോ ശർക്കരയുടെ മുകളിൽ വരുമായിരിക്കും. നിങ്ങൾക്ക് വേണ്ട മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. 1.5 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തപ്പോൾ. ഇങ്ങനെ പാനിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വല്ല അവൽ വിളയിപ്പിക്കാനോ അല്ലെങ്കിൽ അടയൊക്കെ ഉണ്ടാക്കാനോ എളുപ്പത്തിനാണിത്. നമുക്ക് 2-ാം പാലിൽ നിന്ന് കുറച്ച് പാലും കൂടി ഒഴിച്ച് ഇതിനകത്തേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് കുറുക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിച്ച് വറ്റിക്കാനായിട്ട്. എന്നിട്ട് ഒരുവിധം ഇത് തിളച്ച് വറ്റുമ്പോൾ നമുക്ക് 2-ാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ സമയത്ത് നമുക്ക് ഒരു ചെറിയ പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു പിടി അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് കളറ് മാറുമ്പോൾ കുറച്ച് കിസ്മിസും കൂടി ഇട്ടൊന്ന് വറുക്കണം. എന്നിട്ട് പെട്ടെന്ന് കളറ് മാറുമ്പോൾ തന്നെ നമുക്കൊന്ന് കോരി മാറ്റണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഈ ബാലൻസ് വന്ന നെയ്യിലേക്ക് നമുക്കൊരു സാധനം കൂടിയിട്ട് വറുത്ത് കോരണം. വേറൊന്നും അല്ല, വെള്ളക്കടല തന്നെയാണ്. കുതിർത്ത് വെച്ച വെള്ളക്കടല പുഴുങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു അരക്കപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു, അതാണിത്. ഒരു ടിഷ്യൂ പേപ്പറിലിട്ടൊന്ന് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം. എന്നിട്ട് ഇതും കൂടി ഒന്ന് ഇട്ട് വറുത്ത് കോരാം. അപ്പോൾ വറുക്കാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ എനിക്കത് സംഭവിച്ചു, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് കുറച്ചൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അതായത് ഇപ്പോൾ മൂടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതൊന്ന് പൊട്ടിത്തെറിച്ച് ഇവിടെ ആകെ വൃത്തികേടായി. നല്ല നെയ്യൊക്കെ എല്ലായിടത്തും തെറിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം തെറിച്ചിട്ടുണ്ട്, നല്ല പൂത്തിരി കത്തുന്ന പോലെ. അപ്പോൾ നെയ്യിൽ അല്പം നേരം ഒന്ന് വറുത്തതിന് ശേഷം പിന്നെ മൂടി വെച്ചിട്ട് വേണം വറുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരുവിധം മൂത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് അല്പം നേരം കൂടി വെച്ചു. എന്നിട്ട് നമുക്ക് പായസത്തിലേക്ക് അത് ഇട്ട് കൊടുക്കാം. 2-ാം പാല് ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് ഇതിടുന്നത്. അപ്പോൾ 2-ാം പാലും കൂടി കുറുകുന്ന ടൈം ഇത് കടല ഇതിനകത്ത് കിടക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടി കുറുകി വറ്റിച്ചെടുക്കണം. അപ്പോൾ കടലെടുക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ പുഴുങ്ങാത്ത നല്ല എന്താണ് കുതിർത്ത് വെച്ച കടല എന്നിട്ട് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴുങ്ങിയ കടല ഒന്ന് വറുത്ത് കോരി ഇങ്ങനെ ഇട്ട് നോക്കാം. അപ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കില്ലായിരിക്കും. ഇത് പായസത്തിൽ കിടന്നപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എന്തായാലും ഇത് ഒഴിവാക്കരുത്. അപ്പോൾ ഇതും കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 1-ാം പാല് 1.5 കപ്പ് പാലുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി, തിളക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി തിക്കാകും, നമ്മൾ സാധാരണ പരിപ്പ് പായസം ഉണ്ടാക്കുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തിക്കാക്കേണ്ട, കുറച്ച് ലൂസാക്കിയിട്ട് വേണം. ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേരത്ത് കുറച്ച് പായസം ലൂസായിട്ട് തന്നെ ഇരിക്കണം. അതായത് കുറച്ചും കൂടെ തിക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വറുത്തൂരി വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിനകത്ത് വിതറി കൊടുക്കാം. അപ്പോൾ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. കടലയൊക്കെ ഇങ്ങനെ ഇതിനകത്ത് കിടക്കണ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, ഒരുപാട് ബുദ്ധിമുട്ടുമില്ല, നമുക്ക് ഒരുപാട് സമയവും ആവശ്യമില്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.